നമസ്കാരം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് ശാലിനി. ശാലിനിയെ നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശാലിനി. ബേബി ശാലിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലം തന്നെ മനോഹരമാക്കിയ താരങ്ങളാണ് ബേബി ശാലിനി എല്ലാം. അവരുടെ വാർത്തകളെല്ലാം തന്നെ ഇന്നും മലയാളികൾക്ക് ഏറെ കൗതുകം ഉളവാക്കുന്നതാണ്. ബാലതാരമായി അഭിനയിച്ച് മലയാളത്തിലും തമിഴിലുമൊക്കെ ശാലിനി ഉണ്ടാക്കിയ ഒരു ഓളം അത്രയും വലുതായിരുന്നു. നായികയായി തിരികെ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. അനീതി പ്രാവ്, നിറം തുടങ്ങിയ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തമിഴിലേക്ക് നടി പോകുന്നത്. അലൈപായുധ എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയായി അഭിനയിച്ച് ശാലിനി ഒത്തിരി പ്രശംസിക്കപ്പെട്ടു. തമിഴിലാകെ 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ശാലിനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് അവിടെ തന്നെയാണ്. ബാലതാരമായി ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നു. 1983 പ്രദർശനത്തിനെത്തിയ എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്കാണ് അഭിനയിച്ച ആദ്യ ചിത്രം. ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ശാലിനിയുടെ കഥാപാത്രം ഏറെ പ്രശംസ നേടിയിരുന്നു. 5ാമത്തെ വയസ്സിലാണ് ശാലിനി ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു. ഈ ചിത്രത്തിനു ശേഷം നിരവധി അവസരങ്ങൾ താരത്തെ തേടിയെത്തി. ആദ്യത്തെ അനുരാഗം, മുത്തോട് മുത്ത്, സന്ദർഭം, ഒരു സുമംഗലിയുടെ കഥ, ചക്കരയുമ്മ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി ശാലിനി തിളങ്ങി. 1985 ബന്ധം എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം തന്നെ പിള്ളൈ നില എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു. പിന്നീട് ചലച്ചിത്ര രംഗത്തു നിന്നും ഏറെക്കാലം വിട്ടുനിന്നിരുന്നു. അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് സജീവമാകുന്നത്. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായി എത്തി. പിന്നീട് മണിരത്നം സംവിധാനം ചെയ്ത അലൈപായുധ എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയായി അഭിനയിച്ചു. ഈ 2 ചിത്രങ്ങളിലെയും അഭിനയം ശാലിനി ചലച്ചിത്ര രംഗത്ത് പ്രശസ്തയാക്കി മാറ്റി. തമിഴിൽ സജീവമായി സിനിമകൾ ചെയ്യുന്നതിനിടെയാണ് താരം അജിത്തുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതുമെല്ലാം. അജിത്തിനെ വിവാഹം കഴിച്ചതോടെ അഭിനയ രംഗത്ത് നിന്നും താരം വിട്ടുനിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും ഇന്ന് ആരാധകരുടെ അല്ലെങ്കിൽ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് അജിത്തും ശാലിനിയും. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരുവരെയും സിനിമ ഇവന്റുകളിലൊന്നും കാണാറില്ല. സിനിമ കഴിഞ്ഞാൽ അജിത്ത് കാർ റേസിംഗിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ സിനിമയേക്കാൾ പ്രാധാന്യം കാർ റേസിംഗിനാണ് നൽകുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. തമിഴിലെയും മലയാളത്തിലെയും മുൻനിര നായിക നടിയായിരിക്കെയാണ് ശാലിനി അജിത്തിനെ വിവാഹം ചെയ്യുന്നത്. ശാലിനി അജിത്ത് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ഫിലിം ജേർണലിസ്റ്റായ അന്തരൻ. ശാലിനി അജിത്ത് പ്രണയിച്ചപ്പോൾ ശാലിനിയുടെ വീട്ടിൽ നിന്നും അജിത്ത് സമ്മതം വാങ്ങി. ആ സമയത്ത് ശാലിനി സിനിമയിൽ അഭിനയിക്കുകയാണ്. അജിത്ത് വിവാഹത്തിന് തിടുക്കം കൂട്ടി. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഭാര്യയാകാൻ പോകുന്ന നടിയാണ്. സിനിമ തീർത്ത് വേഗം വരണമെന്ന് അജിത്ത് ആഗ്രഹം തോന്നി. വിവാഹത്തിന് ശേഷം ശാലിനിയോട് അഭിനയിക്കരുതെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ടാകാം. കാരണം അന്ന് ഞാൻ കേട്ടത് ശാലിനിയുടെ പിതാവ് ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നാണ്. ശാലിനിയും ശ്യാമിലിയും വലിയ നടിയായിരുന്നു. വലിയ വരുമാനം വന്നുകൊണ്ടിരുന്നു. ശാലിനി തുടർന്നും 10-15 വർഷം അഭിനയിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അജിത്ത് വിവാഹകാര്യം പറഞ്ഞപ്പോൾ തനിക്ക് വലിയ തുക തരണം, കാരണം ഇത്രയും വർഷങ്ങൾ മകൾ അഭിനയിച്ചാൽ വലിയൊരു തുക വരും, അത് താങ്കൾ തരണമെന്ന് ബാബു പറഞ്ഞെന്നാണ് സംസാരം. ആ തുക അജിത്ത് നൽകി. വിവാഹത്തിന് ശേഷം ശാലിനി അഭിനയിക്കരുതെന്നല്ലേ അതിനുള്ളിലെ മറ്റൊരു പൊരുൾ എന്ന് അനന്തൻ പറയുന്നു. 2000-ലായിരുന്നു താരവിവാഹം. അനുഷ്ക, ആദ്യുക് എന്നീ 2 മക്കളാണ് അജിത്തിനും ശാലിനിക്കുമുള്ളത്. വിവാഹശേഷം അഭിമുഖങ്ങളിൽ പോലും ശാലിനിയെ കണ്ടിട്ടില്ല. ശാലിനിയുടെ സമകാലീനരായിരുന്ന പല നടിമാരും വിവാഹശേഷം അഭിനയ രംഗത്തു നിന്നും മാറി നിന്നിട്ടുണ്ട്. ഇവരിൽ പലരും പിന്നീട് തിരിച്ചുവരവ് നടത്തി. ചിലർ സിനിമകൾ ചെയ്തില്ലെങ്കിലും അഭിമുഖങ്ങളിലോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായോ എത്തിയിരുന്നു. എന്നാൽ ശാലിനി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചെയ്തത്. മറുവശത്ത് അജിത്ത് സൂപ്പർ സ്റ്റാറായി ഇന്നും തമിഴ് സിനിമാ ലോകത്ത് നിലനിൽക്കുന്നു. ഗുഡ് ബാഡ് ആംഗ്ലിയാണ് നടന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ എന്ന് പറയുന്നത്. അതേസമയം അജിത്തിനൊപ്പം അമർക്കളം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ താരങ്ങളെ പ്രണയത്തിലേക്ക് നയിക്കുകയായിരുന്നു. അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്ക് പറ്റുകയായിരുന്നു. ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യവും ഉണ്ടായി. ഇതിനോടനുബന്ധിച്ചുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നത്. 2001 വിവാഹിതയായതോടുകൂടിയാണ് ശാലിനി സിനിമ വിടുന്നത്. വിവാഹശേഷം സിനിമയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ കുടുംബിനിയാക്കാനാണ് ശാലിനി ശ്രമിച്ചത്. പല പ്രമുഖ സംവിധായകരും നടിയെ അഭിനയിക്കാൻ ക്ഷണിച്ചെങ്കിലും അത് നിരസിച്ചു. വിവാഹത്തിന് ഒട്ടു മുൻപ് അഭിനയിച്ചിരുന്ന നിറത്തിന്റെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും ശാലിനി വന്നില്ലെന്നും അജിത്ത് അതിന് സമ്മതിച്ചില്ലെന്നുമാണ് സംവിധായകൻ കമൽ ഒരിക്കൽ പറഞ്ഞിരുന്നത്. സിനിമയിലേക്ക് മാത്രമല്ല, സെലിബ്രിറ്റികൾ ഒത്തുകൂടാറുള്ള പാർട്ടികളിലോ പൊതുപരിപാടികളിലോ പോലും ശാലിനി എത്താറില്ല. ശാലിനി ഇപ്പോൾ സിനിമ വിട്ടിട്ട് 24 വർഷത്തിന് മുകളിലായി. ഇതിനിടെ നടി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്ന സംസാരം നടന്നിരുന്നു. അതനുസരിച്ച് പല വാർത്തകളും വന്നിരുന്നു. ഗുഡ് ബാഡ് ആംഗ്ലി എന്ന അജിത് കുമാറിന്റെ ചിത്രത്തിലാണ് ശാലിനി അതിഥി വേഷത്തിലെത്തും എന്നുള്ള ഒരു വാർത്ത വന്നത്. പക്ഷേ ആരാധകരെ എല്ലാം തന്നെ നിരാശരാക്കുകയായിരുന്നു ആ ചിത്രം ഇറങ്ങിയതിനു ശേഷം. കാരണം ഇനി ഒരിക്കലും ശാലിനി അഭിനയത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് അതിലൂടെ കൂടെ വ്യക്തമാവുന്നത്. പല ജേർണലിസ്റ്റുകളും പറഞ്ഞത് ഒരിക്കലും അങ്ങനെ തിരിച്ചു വരില്ല എന്നാണ്. അന്ന് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് അജിത്തിനൊപ്പം ശാലിനി അഭിനയിക്കുന്നു എന്ന ഒരു ഗോസിപ്പ് വന്നത് ഈ ഒരു വീഡിയോ കാരണമായിരുന്നു.
ഈ വീഡിയോയിൽ സ്പെയിനിലെ ഒരു ബംഗ്ലാവ് കാണിക്കുന്നുണ്ട്. ഇതേ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന അജിത് ശാലിനി ദമ്പതിമാരുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരുന്നത്. ഇതോടെയാണ് ചിത്രത്തിൽ നടി അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം ഇന്റർനെറ്റിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇതോടെ ഭർത്താവിനൊപ്പം അടുത്ത സിനിമയിൽ ശാലിനിയും ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഷൂട്ടിംഗ് കാണാൻ അജിത്തിനൊപ്പം പോയതാകും എന്നും അന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ വാർത്തയുടെ സത്യം എന്താണെന്ന് നിരവധി തവണ ചോദിച്ചെങ്കിലും ആരും തന്നെ ഒരു ഉത്തരം നൽകിയില്ല. പിന്നാലെ സിനിമ ഇറങ്ങിയപ്പോഴായിരുന്നു ആരാധകർക്ക് നിരാശ തോന്നിയത്. ശാലിനി ഈ ചിത്രത്തിൽ നിന്നല്ല, ശാലിനി അഭിനയത്തിൽ തന്നെ തിരിച്ചു വരില്ല എന്നുള്ള കാര്യത്തിലാണ് പൂർണ്ണത ഉണ്ടായത്. ശാലിനി ചിത്രത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നും ഇനിയെങ്കിലും തിരിച്ചുവരവ് നടത്തണമെന്നാണ് നടിയോട് ആരാധകർ പലപ്പോഴും ആവശ്യപ്പെടാറുള്ളത്. പക്ഷേ പഴയ കാര്യങ്ങളെല്ലാം ചികഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ശാലിനി തിരിച്ചുവരവ് നടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല, അജിത്തുമായിട്ടുള്ള വിവാഹത്തോടു കൂടി സിനിമാ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച നടി ശാലിനി ഇനി സിനിമയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പല ജേർണലിസ്റ്റുകളും വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ അടുത്തിടെ കാർ റേസിംഗിൽ വിജയിച്ച അജിത്തിനൊപ്പം ശാലിനിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. തനിക്ക് പിന്തുണ നൽകി കൂടെ നിന്നതിന് ഭാര്യയെ ചേർത്ത് പിടിക്കുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്ന അജിത്തിന്റെ വീഡിയോയും വലിയ രീതിയിൽ വൈറലായിരുന്നു. അതേസമയം ശാലിനിയെക്കുറിച്ചുള്ള പല വാർത്തകളും പുറത്തു വരുമ്പോൾ ശാലിനി സിനിമയിലേക്ക് എത്തിയ ഒരു കഥയും കൂടി വൈറലാകുന്നുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയാണല്ലോ ശാലിനി ആദ്യം അഭിനയിച്ചത്. പിന്നീട് മോഹൻലാൽ, ഭരത് ഗോപി അടക്കമുള്ള താരങ്ങളുള്ള സിനിമയാണെങ്കിലും അതിലെ കേന്ദ്ര കഥാപാത്രം ശാലിനിയുടേതാണ്. അതിന് പറ്റിയ ഒരു കുട്ടിയെ ഒത്തിരി തപ്പിയതിനു ശേഷമാണ് ചെന്നൈയിൽ താമസിക്കുന്ന ശാലിനിയെ കണ്ടെത്തുന്നത്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവമായിരുന്നു. ഏകദേശം 6 മാസത്തോളം ട്രെയിനിങ് കൊടുത്തതിനു ശേഷമാണ് ശാലിനിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. വേറെ വല്ല സംവിധായകനുമായിരുന്നെങ്കിൽ മറ്റൊരു കുട്ടിയെ കണ്ടെത്തിയേനെ. പക്ഷേ ഫാസിൽ അത് ചെയ്തില്ല. പകരം ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് മാമാട്ടി തരംഗമുണ്ടാക്കി. മാമാട്ടി ഒന്ന് എടുക്കാൻ മലയാളികൾ ആഗ്രഹിച്ചു. അതുപോലൊരു കുഞ്ഞിനെ വേണമെന്നാണ് പലരും ആഗ്രഹിച്ചത്. മാത്രമല്ല, മാമാട്ടിയുടെ ഹെയർ സ്റ്റൈലും വസ്ത്രങ്ങളും ഒക്കെ എല്ലാവരും ഏറ്റെടുത്തു. പിന്നീട് ആ ബാലതാരം ഒരു സൂപ്പർ സ്റ്റാറായി മാറി. ശാലിനിക്ക് വേണ്ടിയും അവരെ നായികയാക്കിയും കഥകൾ എഴുതി. പലരും ശാലിനിയെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു. മറ്റ് താരങ്ങളെക്കാളും ശാലിനിയുടെ ഡേറ്റ് ആണ് ആദ്യം വാങ്ങുക. അങ്ങനെയെങ്കിൽ നിർമ്മാതാവും വിതരണക്കാരും ഒക്കെ ഓക്കെ ആവും. തന്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ കഴിവ് ഉപയോഗിച്ച് പ്രതിഫലം വാങ്ങാനും സിനിമകൾ ചെയ്യാനുമൊക്കെ ശാലിനിയുടെ പിതാവ് ബാബുവിന് സാധിച്ചു. ഒരു ബാലനടിക്ക് കിട്ടാത്ത പേരും പ്രശസ്തിയും പണവും ശാലിനിക്ക് ലഭിച്ചിരുന്നു. തന്റെ മകളുടെ പ്രതിഫലം താൻ തീരുമാനിക്കുമെന്ന് ബാബു തീരുമാനിച്ചിരുന്നു. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ സെറ്റിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മകളുമായി പുറപ്പെടുകയുള്ളൂ. പിതാവ് പറഞ്ഞാൽ മാത്രമേ ശാലിനി അനുസരിക്കുകയുള്ളൂ. സംവിധായകൻ ആക്ഷൻ പറഞ്ഞാലും അനുസരിക്കാതെ വരുമ്പോൾ ബാബു വന്നിട്ട് വഴക്ക് പറയും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലേ ആ കുട്ടി അനുസരിക്കുമായിരുന്നുള്ളൂ. ശരിക്കും ശാലിനിയെ നിയന്ത്രിച്ച ഡയറക്ടർ പിതാവ് ബാബുവായിരുന്നു. ഡബിൾ റോളിലും പോലും ശാലിനി അഭിനയിച്ചു. ഒരു സൂപ്പർ സ്റ്റാറിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും പ്രതിഫലവും ഒക്കെ താരം സ്വന്തമാക്കി. 5-6 വയസ്സുള്ളപ്പോൾ സൂപ്പർ സ്റ്റാർ ആവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. അത് മറ്റൊരു കാര്യം തന്നെയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് അത്രയും സിനിമയിൽ വിജയിച്ച് പിന്നീട് വളർന്നപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബ്രേക്കാണ് ശാലിനി എടുത്തത്. പിന്നീട് മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ നിരവധി സിനിമകൾ, കൈനിറയെ സിനിമകളായിരുന്നു ശാലിനിയെ കാത്തിരുന്നത്. പിന്നീട് തമിഴിലും അഭിനയിച്ച് ഇന്ന് അജിത്തിന്റെ ഭാര്യയായി ജീവിതം കഴിക്കുകയാണ് ശാലിനി. ശാലിനിയുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ചർച്ചയാവാറും വൈറലാവാറുമുള്ളത്. കാരണം അത്രത്തോളം ആരാധകരാണ് താരത്തിനുള്ളത്.